സയാറ്റിക്ക ഉള്ള ആളുകൾ, അതായത് നടുവിൽ നിന്ന് കാലിലേക്കുള്ള വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അത് ഒഴിവാക്കാൻ വേണ്ടി അത് നേരിട്ട് ഇഞ്ചക്ഷൻ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രോഗികളും ഒരുപാട് സംശയങ്ങളുണ്ടാവും. അതായത് ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ട് വേദന മാത്രമല്ലേ മാറുള്ളൂ, അസുഖം മാറുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഒരിക്കൽ ഇഞ്ചക്ഷൻ ചെയ്താൽ പിന്നെയും എപ്പം വേദന വന്നാലും വീണ്ടും ഇഞ്ചക്ഷൻ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്താൽ ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ടാകും, തടി വെക്കും, അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റിറോയിഡിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാകും എന്നിങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ടാകും. അപ്പോൾ ഇതിൽ പലതും ശരിക്കും തെറ്റിദ്ധാരണകളാണ്. അപ്പോൾ നമുക്ക് എന്താണ് ശരിക്കും സയാറ്റിക്കയ്ക്കുള്ള ഇഞ്ചക്ഷനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. എന്താണ് ശരിക്കും കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ, അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, ശരിക്കുള്ള അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, അല്ലെ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഡോക്ടർ നിഷാദ്, കൺസൾട്ടൻറ്റ് പെയിൻ ഫിസിഷ്യൻ, കോർട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, കോഴിക്കോട്. അപ്പോൾ എന്താണ് ശരിക്കും സയാറ്റിക്ക എന്ന് പറഞ്ഞാൽ? സയാറ്റിക്ക എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളെ നടുവിൻ്റെ ഭാഗത്ത് ഡിസ്കിൻ്റെ പ്രശ്നം കാരണം ഡിസ്ക് തള്ളി ഒരു നെർവിന് കംപ്രസ് ആയത് കാരണം കാലിൻ്റെ ഭാഗത്തേക്ക്, ആ ഞരമ്പിൻ്റെ ഭാഗത്തേക്ക് വേദന വരിക, അല്ലെങ്കിൽ വേദനയും തരിപ്പും അനുഭവപ്പെടുന്ന സംഭവമാണ് സയാറ്റിക്ക എന്ന് കോമൺ ആയിട്ട് പറയുന്നത്. അതായത് നടുവിൽ നിന്നുള്ള കാലിലേക്കുള്ള വേദന, അത് ഡിസ്കിൻ്റെ പ്രശ്നം കൊണ്ടാണ്, ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ഡിസ്കിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ഇതിനാണ് സയാറ്റിക്ക എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഇഞ്ചക്ഷൻ്റെ റോൾ എന്താണ്? ശരിക്കും ഇഞ്ചക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ശരിക്കും നമ്മൾ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ എന്നുള്ള രീതിയിലാണ് അപ്പോൾ പല രീതിയിൽ നമുക്കത് ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇഞ്ചക്ഷൻ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ പലരും ചെയ്യുന്നത്, നമുക്ക് നേരെ നടുവിൻ്റെ ഭാഗത്തേക്ക് ശരിക്കും ചരിച്ച് കിടത്തിയിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കും. അപ്പോൾ അത് നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് കൊടുക്കുന്ന ഇഞ്ചക്ഷനാണ്. ഏറ്റവും കോമൺ ആയിട്ട് പണ്ട് മുതലേ ചെയ്തു വരുന്ന സംഭവം അതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഈ പറഞ്ഞ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എക്സ്റേയുടെ സഹായത്തോടു കൂടി കൃത്യമായിട്ട് ഇപ്പോൾ L4 L5 ഡിസ്ക്കാണ് തള്ളിയിട്ടുള്ളത്, അപ്പോൾ അതിൻ്റെ പുറകുള്ള ഒരു L5 എന്ന് പറഞ്ഞ നെർവിൻ്റെ ഭാഗത്തേക്കാണ് നമുക്ക് വേദനയുള്ളത്. അപ്പോൾ ആ ഒരു L5 എന്ന് പറഞ്ഞ നെർവിൻ്റെ ഭാഗത്ത് മാത്രമായിട്ട് നേരിട്ട് എക്സ്റേ ഗൈഡായിട്ട് ഒരു നീഡിൽ പ്ലേസ് ചെയ്യുകയും, അപ്പോൾ ആ പൊസിഷൻ നമ്മൾ ഡൈ എല്ലാം കൊടുത്ത് കൺഫേം ചെയ്തതിന് ശേഷം അവിടെ മെഡിസിൻ കൊടുക്കുക. അതിനാണ് ശരിക്കും ട്രാൻസ്ഫർ ആമിൽ എപ്പിഡ്യൂൾ എന്ന് പറയുന്നത്. അത് വേറെ റൂട്ടിൽ, അതായത് കൃത്യമായി എവിടെയാണോ ടാർഗറ്റ്, എവിടെയാണോ പ്രശ്നമുള്ളത് അവിടെ തന്നെ മരുന്ന് കൊടുക്കുന്നതാണ് ട്രാൻസ്ഫർ ആമിൽ എന്ന് പറയുന്നത്. അതല്ലാതെ വേറെയും ഓപ്ഷൻസ് ഉണ്ട് അതിൽ. അപ്പോൾ ഏതാണെങ്കിലും നമ്മളിപ്പോൾ ഈ നേരിട്ട് ഈ റൂട്ടിലേക്ക് കൊടുക്കുന്ന ട്രാൻസ്ഫറാമൽ എപ്പിഡ്യൂറിലാണെങ്കിലും അല്ലാതെ മറ്റുള്ള റൂട്ടിൽ വഴി എപ്പിഡ്യൂറിലേക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുകയാണെങ്കിലും കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ സ്റ്റിറോയിഡാണ്. ആ സ്റ്റിറോയിഡ് നമ്മൾ വളരെ ചെറിയ ഡോസിൽ, ഇപ്പോൾ ഒരു റൂട്ട് മാത്രമാണെങ്കിൽ ഒരു 20 mg അല്ലെങ്കിൽ 30 mg എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ട്രാംസിനോൾ പോലെയുള്ള സ്റ്റിറോയിഡ് മരുന്ന് കൊടുക്കുമ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? അവിടെയുള്ള ഇൻഫ്ലമേഷൻ കുറയുക എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഈ നേരത്തെ ചോദിച്ച പോലെ ഈ ഡിസ്ക് പ്രൊലാപ്സ് ആണല്ലോ പെയിന് കാരണം, പിന്നെ അതിൽ ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ട് എന്താണ് അഡ്വാൻറ്റേജ് ഉള്ളത്, അല്ലെങ്കിൽ അതുകൊണ്ട് അസുഖം മാറുന്നില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം, ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ചോദ്യം അതാണ്. അപ്പോൾ ഇതിൽ എന്താണ് ഇഞ്ചക്ഷൻ റോൾ എന്ന് വെച്ചാൽ, നമ്മൾ 90% ഈ ഡിസ്ക് പ്രൊലാപ്സ് കാരണം ഉണ്ടാകുന്ന പെയിന് കംപ്രഷനേക്കാൾ കൂടുതൽ റാഡിക്കുലൈറ്റിസ്, അതായത് കെമിക്കൽ റാഡിക്കുലൈറ്റിസ് എന്ന് പറയും. അതായത് ഡിസ്കിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നീരിൻ്റെ ഭാഗമായി അവിടെ ഞരമ്പിന് ചുറ്റും ഇൻഫ്ലമേഷൻ വന്ന് നീർക്കെട്ട് വന്നിട്ടാണ് നമുക്ക് ശരിക്കും വേദന വരുന്നത്. അപ്പോൾ നെർവിൻ്റെ കംപ്രഷനാണ് കൂടുതലെങ്കിൽ ശരിക്കും തരിപ്പാണ് കൂടുതലുണ്ടാവുക. അപ്പോൾ നമുക്ക് സാധാരണ തരിപ്പില്ലാതെ വേദന കൂടുതലായിട്ട് വരികയാണെങ്കിൽ അതെപ്പോഴും ഇൻഫ്ലമേഷൻ്റെ ഭാഗമായിട്ട്, അതായത് റാഡിക്കുലൈറ്റിസ് എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് ഈ ഡിസ്കിൻ്റെ പ്രശ്നത്തിൽ വേദന വരുന്നത്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം നമുക്ക് എന്തെങ്കിലും വെയിറ്റ് എടുത്ത് പൊക്കിയപ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഒരു കുനിഞ്ഞിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്ത സമയത്ത് പെട്ടെന്ന് നടുവിൽ നിന്നുള്ള വേദന കാലിലേക്ക് ഇറങ്ങിയതാവാം. അത് കാലിലേക്ക് ഒരു ഞരമ്പിൻ്റെ വഴി താഴെ വരെ വരുന്നതാവാം. അപ്പോൾ ആ ഒരു ഇൻഫ്ലമേഷൻ്റെ കാര്യമായിട്ടുള്ള വേദനയാണ് ആ കാലിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് ഈ ഡിസ്ക് പ്രൊലാപ്സുള്ള ആളുകൾക്ക് എത്ര സിവിയർ പെയിൻ ആണെങ്കിലും ഒരു 3-4 ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ 6 ആഴ്ച കൊണ്ട് അത് നല്ലപോലെ റിക്കവർ ആവും. അപ്പോൾ ഒരു 60 മുതൽ 90% ആൾക്കാർ തനിയെ തന്നെ, സർജറി ഒന്നും ഇല്ലാതെ തന്നെ ശരിയാവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഇൻഫ്ലമേഷനുള്ള ഭാഗത്ത് ബോഡി തന്നെ മെല്ലെ മെല്ലെ അത് ഹീൽ ചെയ്ത് റെഡിയാക്കുന്നത് കൊണ്ടാണ് നമുക്കത് സംഭവിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഇപ്പോൾ മെഡിസിൻ കൊടുത്തിട്ടും അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്തിട്ടും പെയിനൊന്നും കുറയാത്ത ആളുകൾക്ക് നമ്മൾ ഒരുപാട് പെയിൻ കില്ലർ കഴിക്കുന്നതിന് പകരം ഈ എന്താണ് ബേസിക് പ്രശ്നമുള്ളത്, നേരത്തെ പറഞ്ഞ പോലെ ഈ നെർവിൻ്റെ ചുറ്റുമുള്ള ഇൻഫ്ലമേഷനാണ് പെയിൻ ഉണ്ടാക്കുന്നത്, കംപ്രഷനേക്കാൾ കൂടുതൽ. അപ്പോൾ ആ ഇൻഫ്ലമേഷൻ കുറയാൻ നമുക്ക് എന്ത് ചെയ്യണം? അവിടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി, അതായത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള, നീർക്കെട്ട് കുറയ്ക്കാനുള്ള മരുന്ന് കൃത്യമായിട്ട് അവിടെ തന്നെ കൊടുക്കുക. അതാണ് ഈ ടാർഗറ്റഡ് ആയിട്ട് നമ്മൾ ട്രാൻസ്ഫറാമൽ എപ്പിഡ്യൂൾ എന്നൊക്കെ പറഞ്ഞ ഈ ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത അതാണ്. അത് നേരിട്ട് ടാർഗറ്റഡ് അവിടെ തന്നെ കൊടുക്കും. അപ്പോൾ എന്താണ്, എവിടെയാണോ ഇൻഫ്ലമേഷൻ ഉള്ളത്, എവിടെയാണോ നീർക്കെട്ടുള്ളത് അവിടെ കൃത്യമായിട്ട് മരുന്ന് വളരെ ചെറിയ ഡോസിൽ മരുന്ന് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഒരു ടാബ്ലറ്റ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ നീർക്കെട്ട് പോകാനുള്ള ടാബ്ലറ്റ് കഴിച്ചാൽ പോരെ എന്നുള്ള ചോദ്യം ഉണ്ടാവും. അപ്പോൾ നീർക്കെട്ട് പോകാനുള്ള ടാബ്ലറ്റ് ആയിട്ട് കഴിക്കുമ്പോൾ അത് ശരീരം മൊത്തത്തിൽ കറങ്ങി വളരെ ചെറിയൊരു അംശം മാത്രമേ അസുഖത്തിലെത്തുള്ളൂ.
അപ്പോൾ അത് ശരീരത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങൾ, അസുഖമില്ലാത്ത ഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് പോകുന്നത്. അപ്പോൾ അത് ശരീരത്തിന് ശരിക്കും കൂടുതൽ സൈഡ് എഫക്റ്റ് ഉണ്ടാക്കും. നമ്മൾ ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുമ്പോൾ വളരെ ചെറിയ ഡോസിൽ അസുഖമുള്ളടുത്ത് മാത്രം ഉള്ള സ്ഥലത്ത് മാത്രമായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റും ഡോസും കുറയും. അതാണ് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്. അപ്പോൾ നേരിട്ട് ടാർഗറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടും. എവിടെയാണോ അസുഖമുള്ളത് അവിടെ സ്ഥലത്ത് തന്നെ മരുന്ന് എത്തും എന്നുള്ളതാണ് ഈ ഒരു പ്രൊസീജിയറിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഭവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് അതാണ്. അപ്പോൾ അത് ജസ്റ്റ് അസുഖത്തിന് ഈ എന്താ പറയുക പെയിനിന് വേണ്ടി മാത്രമുള്ള ഒരു ഇഞ്ചക്ഷൻ അല്ല. അതിന് പകരം ഒരു അസുഖത്തിന് അവിടെയുള്ള ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ റാഡിക്കുലൈറ്റിസ് എന്ന സംഭവം സെറ്റിൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒരു 3 മാസത്തിൽ താഴെ ഈ ഡിസ്കിൻ്റെ പ്രശ്നം കൊണ്ട് കാലിലേക്ക് വേദനയുള്ള ആളുകളാണെങ്കിൽ, സയാറ്റിക്ക 3 മാസത്തിൽ കുറവുള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഓപ്ഷനായിട്ട്, അതായത് മെഡിസിനിൽ മാറാത്ത ആളുകൾക്ക് ഫസ്റ്റ് ഓപ്ഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റാണ്. സർജറിക്ക് പോകുന്നതിന് മുന്നായിട്ട് തീർച്ചയായും നമുക്ക് എടുക്കാം. കാരണം എന്ന് വെച്ചാൽ ഇൻഫ്ലമേഷൻ, ഈ റാഡിക്കുലൈറ്റിസ് ആണ് പ്രശ്നമെങ്കിൽ, കംപ്രഷൻ അല്ല പ്രശ്നമെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൊസീജിയർ കൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ട് റിസോൾവ് ചെയ്യും. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ പിന്നെ രണ്ടാമത്തെ ചോദ്യം വെച്ചാൽ ഇത് ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് വേദന വരുന്നുണ്ടല്ലോ. അപ്പോൾ അതാണ് നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും ഇത് കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് മാറുന്നില്ലല്ലോ എന്നുള്ള ചോദ്യം വരും. അവിടെയാണ് ഇൻഫ്ലമേഷൻ അല്ലാതെ, അതായത് നീർക്കെട്ട് മാത്രമല്ലാതെ ഈ ഡിസ്കിൻ്റെ കംപ്രഷൻ കൂടി ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. അതായത് നമുക്ക് ഇൻഫ്ലമേഷൻ കുറഞ്ഞു, പക്ഷേ പിന്നെയും അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കംപ്രഷൻ അല്ലെങ്കിൽ ഡിസ്ക് തള്ളി അവിടെ ഉള്ളതുകൊണ്ട് പിന്നെയും വരുന്നൊരു സംഭവം. അപ്പോൾ അത് കോമൺ ആയിട്ട് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് ഫോർ എക്സാമ്പിൾ നേരത്തെ ഞാൻ പറഞ്ഞു 3 മാസത്തിൽ താഴെയുള്ളവർക്ക് പകരം ഒരു 2 കൊല്ലമായിട്ട് നടുവേദനയും കാലുവേദനയുള്ള ആളുകൾക്ക് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ പൊതുവേ ഈ ഒരു പ്രശ്നം വരും. അതായത് കുറച്ച് മാസങ്ങളിൽ അവർക്ക് സുഖം ഉണ്ടാവും, പക്ഷേ പിന്നെയും വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഓൾറെഡി ബോഡിക്ക് അത് റിപ്പയർ ചെയ്യാനുള്ള സമയം കഴിഞ്ഞു. നമ്മൾ 3 മാസത്തിൽ കൂടുതൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡി റിപ്പയർ ചെയ്യാനുള്ള സമയം കഴിഞ്ഞു. അപ്പോൾ ആ ഡിസ്കിൻ്റെ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്ന ആളുകൾക്ക് നമ്മൾ വീണ്ടും ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാലത്തേക്ക് സമാധാനം അത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ അക്യൂട്ട് റാഡിക്കുലർ, അതായത് 3 മാസത്തിൽ താഴെയുള്ള ആളുകൾക്കാണെങ്കിൽ അത് പലപ്പോഴും അത് റിസോൾവ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരും. പിന്നെ അതുകൊണ്ട് നമുക്ക് ഈ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് കൊണ്ട് പിന്നെ വേറെ എന്താണ് പ്രശ്നമുള്ളത്? വേറെ സൈഡ് എഫക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ വരിക വെച്ചാൽ ഈ ചെയ്യുന്ന ഭയങ്കര സൈഡ് എഫക്റ്റ് അല്ലേ എന്നുള്ളത്. അത് തടി വെക്കുക, സ്റ്റിറോയിഡ് അല്ലേ, തടി വെക്കില്ലേ? അപ്പോൾ സ്റ്റിറോയിഡ് എന്ന് പറഞ്ഞ സംഭവം മരുന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ കേട്ടുപരിചയമുള്ള സംഭവമാണ്. പല വാദസംബന്ധമായ പല അസുഖങ്ങളിലും കൊടുക്കുന്ന മെഡിസിനാണ്. അപ്പോൾ അതിന് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ സ്റ്റിറോയിഡിൻ്റെ സൈഡ് എഫക്ട്സ് പറഞ്ഞാൽ നമുക്ക് തടി വെക്കുക, ഷുഗർ കൂടുക, അതുപോലെ തന്നെ എല്ലിൻ്റെ ബലം കുറയുക, മെൻസസിലെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ സ്റ്റിറോയിഡിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടുണ്ട്. അത് എപ്പോഴാണ് കൂടുതൽ വരിക എന്ന് വെച്ചാൽ നമ്മൾ തുടർച്ചയായിട്ട് ഒരുപാട് കാലം സ്റ്റിറോയിഡ് എടുക്കുന്ന ആളുകൾ, ഇപ്പോൾ ഈ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന വാദസംബന്ധമായ അസുഖങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിറോയിഡ് ടാബ്ലറ്റ് എടുക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് പ്രാവശ്യമായിട്ട് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കുന്ന ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള സൈഡ് എഫക്റ്റ് കാണുക. പക്ഷേ ഇത് നമ്മൾ ഒരു വൺ ടൈം പ്രൊസീജിയറാണ്. അത് വളരെ ചെറിയ ഡോസിലുള്ള സ്റ്റിറോയിഡ് കൊടുക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സൈഡ് എഫക്റ്റ് കാണാനില്ല. പിന്നെ ഷുഗർ ഓൾറെഡി ഉള്ള ആളുകൾക്കാണെങ്കിൽ ഷുഗർ കുറച്ചൊന്ന് കൂടും. അത് സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. അത് സാധാരണ 1-2 ആഴ്ച കൊണ്ട് അത് സെറ്റിലാവുകയും ചെയ്യും. അപ്പോൾ ഈ ഇഞ്ചക്ഷൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഷുഗർ ചെക്ക് ചെയ്യും. ഷുഗർ കൺട്രോൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതല്ലാതെ പിന്നെ സാധാരണ കോമൺ ആയിട്ട് കാണുന്ന മറ്റൊരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ, അതായത് പ്രായം കുറഞ്ഞ സ്ത്രീകളിൽ ചിലപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മെൻസസിൽ ചെറിയൊരു വേരിയേഷൻ വരാം. അത് ചെറിയൊരു ഹോർമോണൽ ഇംബാലൻസ് വരുന്നതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ ഒരു പെട്ടെന്ന് ബ്ലീഡിങ് വരികയോ അല്ലെങ്കിൽ 1-2 മാസത്തേക്ക് ബ്ലീഡിങ് വരികയോ ഒക്കെ ചെയ്യാം. അതെല്ലാം ഒരു 2-3 മാസം കൊണ്ട് റീസെറ്റ് ആവുകയും പിന്നെ സാധാരണ നിലയിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള സൈഡ് എഫക്റ്റുകളാണ് സാധാരണ കാണുന്ന സാധനങ്ങൾ. അല്ലാതെ നമ്മൾ എല്ലിന് ബലം കുറയുക അല്ലെങ്കിൽ മറ്റുള്ള തടി വെക്കുക എന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും കാണില്ല. കാരണം വളരെ ചെറിയ ഡോസാണ് ഉപയോഗിക്കുന്നത്. ഒരു സിംഗിൾ ടൈമാണ്, നമ്മൾ റിപ്പീറ്റഡായിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള സൈഡ് എഫക്ട്സ് പൊതുവേ കുറവാണ്. പിന്നെ ഉള്ളത് ഒരിക്കലും ഇഞ്ചക്ഷൻ ചെയ്താൽ പിന്നെ ഇഞ്ചക്ഷൻ ചെയ്താലേ വേദന നിൽക്കുള്ളൂ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അപ്പോൾ അത്തരത്തിലൊരു കൺസെപ്റ്റ് ഇല്ല. അതായത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു ഈ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ പ്രശ്നങ്ങൾ, ഏത് നെർവിലാണോ പ്രശ്നങ്ങൾ അവിടെ കൃത്യമായിട്ട് മരുന്ന് കൊടുക്കാമെന്ന് മാത്രം. അപ്പോൾ നമ്മൾ ടാബ്ലറ്റ് കഴിക്കുന്നതിന് പകരം എവിടെയാണോ അസുഖമുള്ളത് അവിടെ കൃത്യമായിട്ട് മരുന്ന് എത്തിക്കുന്നു. അപ്പോൾ അത് ഒരിക്കൽ ചെയ്തുകൊണ്ട് പിന്നെ അത് തന്നെ ചെയ്യണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. നമുക്ക് പിന്നീട് വേദന വരുമ്പോൾ അത് ടാബ്ലറ്റ് എടുക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാം. അതൊക്കെ എടുക്കുന്നതിന് ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ട് പിന്നെയും ഇഞ്ചക്ഷൻ തന്നെ ചെയ്യണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല. അത്തരത്തിൽ അതൊരു വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. പിന്നെ മറ്റൊരു ചോദ്യം ഉണ്ടാകുകയെന്ന് വെച്ചാൽ നമുക്ക് ഇത് വീണ്ടും വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നോർമലി ഡിസ്കിന് ഒരു റിസൊല്യൂഷൻ ഉണ്ട്, അതായത് ബോഡി തന്നെ റിപ്പയർ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതിനുള്ളൊരു ടൈം കൊടുക്കാനും നമുക്ക് അവിടെയുള്ള ഇൻഫ്ലമേഷൻ സെറ്റിൽ ചെയ്യാനാണ് ഈ ഇഞ്ചക്ഷൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. അപ്പോൾ അതല്ലാതെ പിന്നെ തള്ളിയ ഡിസ്ക് അതുകൊണ്ട് ഈ ഇഞ്ചക്ഷൻ കൊണ്ട് മാത്രമായിട്ട് ഉള്ളിലേക്ക് വലിഞ്ഞു പോകാനുള്ള സാധ്യതയില്ല. നോർമലി ബോഡി റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വലിയും, അതല്ലാതെ നമുക്ക് സാധ്യത കുറവാണ്.
അപ്പോൾ നമ്മൾ ഇതിന് ശേഷം ഈ പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം റീഹാബിലിറ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതായത് ചെയ്തതിന് ശേഷം നമ്മൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് ബാക്ക് സ്ട്രെങ്തൻ ചെയ്ത് വന്നാൽ വീണ്ടും അത് റിക്കറൻസ് വരാനുള്ള സാധ്യത വളരെ കുറയും. അതുപോലെ തന്നെ നമ്മളത് കൂടുതലായിട്ട് ഇത് ഡിസ്ക് തള്ളാനുള്ള എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ, ഒരു വെയിറ്റ് എടുത്ത് പൊക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ട്രെസ് വരുന്ന കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ രണ്ടാമത് തിരിച്ചു വരുന്നതിന് നമുക്ക് കരകയറാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്കൊരു സർജറിയാണ് ഒഴിവാകുന്നത്. പലപ്പോഴും നമുക്കൊരു ഡിസ്ക് കട്ട് ചെയ്ത് ഇപ്പോൾ ഈ പ്രശ്നം ഡിസ്ക് സർജറി കഴിഞ്ഞാൽ വീണ്ടും വരില്ലേ എന്ന് ചോദ്യം, ഇപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്താൽ വീണ്ടും വരുമോ എന്ന് ചോദിച്ചാൽ അതേ ചോദ്യം തന്നെ നമുക്ക് ഡിസ്ക് സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വരില്ലേ എന്നുള്ള ചോദ്യം വരും. അപ്പോൾ അതും ഇതേപോലെ തന്നെയാണ്, വീണ്ടും വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഡിസ്കിന് ഒരു സർജറി ചെയ്ത ആളുകൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു വെയിറ്റ് എടുത്ത് പൊക്കി കഴിഞ്ഞാൽ പിന്നെയും രണ്ടാമത് വരാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് സർജറി ഇല്ലാതെ നോൺ സർജിക്കലായിട്ട് ഏറ്റവും മിനിമലി ഇൻവെസീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ്. പിന്നെ എന്തൊക്കെയാണ് ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഏറ്റവും പ്രധാനം ഈ പ്രൊസീജിയർ ചെയ്യുന്നത് നമ്മൾ ഇമേജ് ഗൈഡഡ് ആയിട്ടിരിക്കണം എന്നുള്ളത്. അതായത് എക്സ്റേയുടെ സഹായത്തോടു കൂടി കൃത്യമായിട്ട് ടാർഗറ്റ് കണ്ടുപിടിച്ച് അത് ചെയ്യുമ്പോഴാണ് ആ മെഡിസിൻ നമുക്ക് അസുഖമുള്ള അടുത്ത ഭാഗത്ത് കൃത്യമായിട്ട് എത്തുന്നത്. നമ്മളിപ്പോൾ ബ്ലൈൻഡായിട്ട് കൂട്ടി പിടിച്ച് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ പലപ്പോഴും അതിൻ്റെ മെഡിസിൻ്റെ പല ഭാഗങ്ങളും പുറത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് ഏറ്റവും പ്രധാനം നമുക്ക് ഇമേജ് ഗൈഡായിട്ട് ചെയ്യണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് കൃത്യമായിട്ട് നോക്കിയിട്ട്, അതായത് ഇപ്പോൾ ഒരാൾക്ക് ഓൾറെഡി ഈ ഡിസ്ക് തള്ളിയിട്ട് കാലിന് വീക്ക്നെസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ വയറ്റുന്ന് പോകാൻ മൂത്രമൊഴിക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക്, അതായത് റെഡ് ഫ്ലാഗ്സ് എന്ന് പറയും, അതായത് ബാക്ക് പെയിനിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ബാക്ക് പെയിൻ ആണ്. അതൊക്കെ ഇമീഡിയറ്റ് ആയിട്ട് സർജറി വേണ്ട കാര്യങ്ങൾ. അപ്പോൾ അത്തരമുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല. അത് നമ്മളെപ്പോഴും ഈ ചെയ്യുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കണം. മൂന്നാമത് ഓൾറെഡി പല അസുഖങ്ങളുള്ള ആളുകൾ, അതായത് ഇപ്പോൾ ഓൾറെഡി ഷുഗർ ഉള്ള ആളാണ്, ഷുഗർ കൺട്രോൾ ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഷുഗർ കൂടുതലുള്ള ആൾക്കാർക്ക് ഷുഗർ കൺട്രോൾ ചെയ്താൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതുപോലെ ഹാർട്ടിൻ്റെ മരുന്ന് കഴിക്കുന്ന ആളുണ്ട്, രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ ആ മെഡിസിൻ 5-6 ദിവസത്തേക്ക് നിർത്തിയതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള പ്രൊസീജിയർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത്തരത്തിലൊരു ആളെ രോഗിയെ കണ്ട് അസസ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് എല്ലാവർക്കും നമ്മൾ ചെയ്യാന്നുള്ളതല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഡിസ്ക് കംപ്രഷൻ വന്നിട്ട് അവിടെ സ്പേസ്, ഡിസ്കിൻ്റെ പുറകിലുള്ള സ്പേസ് വളരെ കുറവാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു L4 L5 ഡിസ്ക് തള്ളിയിട്ടുണ്ട്, ആ നെർവിൻ്റെ ഭാഗത്ത് ആകെ ഒരു 5 മില്ലിമീറ്ററേ സ്ഥലമുള്ളൂ അതിൻ്റെ പുറകിൽ നെർവിനുള്ള. അപ്പോൾ അത്തരത്തിലുള്ള സ്പേസ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇഞ്ചക്ഷൻ ചെയ്യാൻ പാടില്ല. കാരണം വെച്ചാൽ നമുക്ക് ഒരു 7 മില്ലിമീറ്റർ താഴെയാണെങ്കിൽ കഴിയുന്നത് നമ്മൾ ഇഞ്ചക്ഷൻസ് ഒഴിവാക്കുന്നതായിരിക്കും നന്നാവുക. കാരണം അത് അവിടെ ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ അത് പ്രശ്നങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടാക്കാനാണ് സാധിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അസസ് ചെയ്തിട്ട് ആപ്റ്റായിട്ടുള്ള ആളുകൾക്ക് പലപ്പോഴും ഈ അക്യൂട്ട് റാഡിയോ, എസ്പെഷ്യലി 3 മാസത്തിൽ താഴെയുള്ള സയാറ്റിക്കയ്ക്ക് എപ്പോഴും സർജറി ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷനാണ് ഈ ട്രാൻസ്ഫെറാമിനൽ എപ്പിഡ്യൂറൽ പ്രൊസീജിയർ. അപ്പോൾ ഇതുകൊണ്ട് ഈ നടുവിന് ഇഞ്ചക്ഷൻ ചെയ്യുന്നത് ഭയങ്കര ഗുരുതരമായ പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ അത് ഒരിക്കലും നമ്മൾ സെലക്ട് ചെയ്യരുത് എന്നുള്ള രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. പലപ്പോഴും പല ആളുകൾക്കും ഒരു സർജറി ഒഴിവാക്കാൻ സഹായിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ള കൂടുതൽ മെഡിസിൻസ്, പെയിൻ കില്ലേഴ്സും അതുപോലെ ശരീരത്തിന് ദോഷകരമായ സ്റ്റിറോയിഡ് ഓറലി, അതായത് ടാബ്ലറ്റായിട്ട് എടുക്കുന്നത് ഒഴിവാക്കാനും നമുക്ക് ചിലപ്പോൾ ഒരു പ്രൊസീജിയർ കൊണ്ട് സാധിക്കും. ഇത്തരത്തിലുള്ള മറ്റൊരു വിഷയവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.